ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ കുടുംബത്തിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ ബീഫ് കറിയാണ്. അതിന് ആദ്യമേ ബീഫ് നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കണം. അതിനകത്ത് നമുക്കിപ്പം കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ബീഫ് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോഴത്തേനും കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട്, നല്ല തിളച്ച വെള്ളമൊന്നും വേണ്ട, കുറച്ച് ചൂടുവെള്ളത്തിൽ അത് ഉപ്പിട്ട് കഴുകി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ചോരമയൊക്കെ പോവും. പക്ഷേ രുചി വ്യത്യാസമൊന്നും വരുന്നില്ല. നമുക്കെല്ലാവർക്കും നല്ല രുചിയിൽ തന്നെ കഴിക്കാവുന്നതാണ്. നമ്മുടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ബീഫിനകത്തോട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഇപ്പം ചേർക്കുന്ന പൊടിയെല്ലാം കുറച്ച് ചേർത്താൽ മതി. നമ്മൾ ആ ബീഫ് വേവിക്കാൻ വെക്കുന്നതാണ്. മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റല്ല, ഞാൻ ഇങ്ങനെ ചതച്ചിട്ടതാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച്, ഞാൻ കൈകൊണ്ട് തന്നെയാണ് ഇളക്കിയത്, സ്പൂണൊന്നും എടുത്തില്ല. നന്നായിട്ട് മിക്സായി അതിലോട്ട് ഒത്തിരി വെള്ളം ഒഴിക്കണ്ട, ഒരു ചെറിയ ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. കാരണം ബീഫിനകത്ത് നല്ലോണം വെള്ളം ഇറങ്ങും നമ്മൾ അപ്പോഴത്തേനും ഈ വെള്ളം വെച്ച് വേവിക്കാൻ വെക്കുക. പിന്നെ ബീഫിൻ്റെ വേവ് അനുസരിച്ച് നമ്മൾ അത് വേവിക്കണം. ഞാനൊരു 6 വിസിൽ അടിക്കുന്നതിനും വരെ, നോർമലി 6 വിസിൽ വരെ അടിച്ചാൽ മതി. അത് എന്നിട്ടും വെന്തില്ലെങ്കിൽ കുറച്ച് നേരം കൂടെ വെക്കുക. നമ്മൾ ബീഫ് അടുപ്പയിൽ വേവിക്കാനായിട്ട് വെച്ചു. ഇനി അടുത്തത് നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ചീനിച്ചട്ടി അടുപ്പേ വെച്ചു. പിന്നെ അതിനകത്ത് എണ്ണ ഒഴിച്ച്, ഞാൻ കടുകല്ല പൊട്ടിക്കുന്നത്, പെരിഞ്ജീരകമാണ് ഇടുന്നത്. പെരിഞ്ജീരകം അതിനകത്തോട്ട് ഒരു ചെറിയ കറുവപ്പട്ടയും 3 ഗ്രാമ്പൂവും കൂടി ഇട്ടു. അതിലോട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന, ഒരേപോലെ ആവണം, അല്ലെങ്കിൽ തേങ്ങാക്കൊത്ത് അരിഞ്ഞത്, അല്ലെങ്കിൽ അതിൻ്റെ മൂപ്പ് വ്യത്യസ്തമായി പോവും. ചിലത് കരിഞ്ഞു പോവും, ചിലത് വേവത്തില്ല. അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച് ആ തേങ്ങാക്കൊത്ത് ഇടുക. അതിട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അതിങ്ങനെ പെട്ടെന്ന് അത് കരിഞ്ഞു പോവും. ചെറിയ സിമ്മയിലിടുക, എന്നിട്ടത് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിനകത്ത് ഞാൻ എടുത്തേക്കുന്നത് ചെറിയ ഉള്ളിയാണ് കൂടുതലും എടുത്തേക്കുന്നത്. ഒരു ചെറിയ സവോള എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മൊത്തം ചെറിയ ഉള്ളി മാത്രമായിട്ട് എടുക്കാം. ചെറിയ ഉള്ളി ഇടുന്നതാണ് ടേസ്റ്റ്. നമ്മുടെ തേങ്ങാക്കൊത്ത് ഏകദേശം പകുതി വേവായി. തേങ്ങക്കൊത്ത് നമ്മൾ കോരി മാറ്റി വെച്ചു. അടുത്തതിനോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച് ഇഞ്ചി ചെറുതായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞ് വേണം അതിനകത്തോട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഏകദേശം ഒരു ചെറിയ പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേനും അതിനകത്തോട്ട് കറിവേപ്പില, പിന്നെ നമ്മുടെ ഉള്ളിയും കൂടെ കൂട്ടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ചെറിയ തീയിലിട്ട് വഴറ്റിയാൽ മതി, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഓക്കെ, നമ്മുടെ വഴന്ന് വന്ന് ഇനി നമുക്ക് അതിനകത്തോട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത് വഴന്ന് വരുമ്പോഴത്തേനും നമ്മുടെ ബീഫ് അവിടെ വെന്ത് റെഡിയാവും. ഇപ്പം തന്നെ അതിനകത്തോട്ട് നമുക്ക് ഒരു ചെറിയ സ്പൂൺ ഉപ്പും പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കുക. ഉപ്പിടുന്നത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വഴന്ന് കിട്ടും. ഉപ്പിട്ട് ഇളക്കി കഴിഞ്ഞാൽ
ഓക്കെ, നമ്മുടെ ഗ്രേവി ഇത് റെഡിയായി. ഇനി ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യമേ വറുത്ത് വെച്ച് തേങ്ങാക്കൊത്ത് ഇതിനകത്ത് ചേർത്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ പൊടി ആഡ് ചെയ്യാം. ഓൾറെഡി തേങ്ങാക്കൊത്ത് മൂപ്പിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് അധികം നേരം നമുക്ക് അത് മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. പെട്ടെന്ന് ഇനി നമുക്ക് അടുത്തത് അതിനകത്തോട്ട് പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാലയും മീറ്റ് മസാലപ്പൊടിയും ഇത്രയാണ് നമ്മൾ ഇതിനകത്തിന് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ഇതിനകത്ത് രണ്ടിനകത്ത് നമ്മൾ ചേർത്തിട്ടുള്ളതുകൊണ്ട് നമ്മുടെ ബീഫ് കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഉപ്പ് നോക്കിയിട്ട് വേണം പിന്നെ ഉപ്പ് ആഡ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഉപ്പ് കുറഞ്ഞാൽ നമുക്ക് പിന്നെയും ചേർത്ത് കൊടുക്കാൻ പറ്റും, പക്ഷെ കൂടിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. 2 സ്പൂൺ മല്ലിപ്പൊടിയും 3 സ്പൂൺ മീറ്റ് മസാലപ്പൊടിയും 3 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ ഗരം മസാലപ്പൊടിയും ആണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ചേർത്തേക്കുന്നത്. ഇനി ആ പൊടിയുടെ പച്ചമണം മാറാനായിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഈ പൊടിക്കകത്തോട്ട് നമ്മൾ ഇനി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ബീഫിന് അതിനകത്ത് തന്നെ ചെറിയ വെള്ളം ഉണ്ട് അതിനകത്ത്. ആ ബീഫ് ഇനി നമ്മൾ ഈ വഴറ്റി വെച്ചേക്കുന്ന ഈ മസാലയ്ക്കകത്തോട്ട് നമ്മളിനി ബീഫ് ഇട്ട് ഇളക്കുവാണ് ചെയ്യുന്നത്. ബീഫ് ഇട്ട് ഇളക്കി ആ പൊടി ഇതുമായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം നമ്മൾ ചെറിയ സിമ്മയിൽ നമ്മൾ വെക്കും. അതിലൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി അത് യോജിപ്പിക്കണം രണ്ടും കൂടെ. ഓക്കെ, നമ്മുടെ ബീഫ് ഇതാ മിക്സായി. ഇനി നമുക്ക് കുറച്ച് നേരം മൂടി വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, നമ്മുടെ ബീഫ് കറി റെഡിയായി. ഓക്കെ, താങ്ക് യു.